കൊല്ലം കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ അനധികൃത കരിപ്രസാദം പരിശോധനയ്ക്ക് അയച്ചു. അതിനിടെ വീണ്ടും കരിപ്രസാദം നിർമ്മാണം കണ്ടെത്തി. ക്ഷേത്രത്തിന് സമീപത്തെ ദേവസ്വം ബോർഡ് ഓഫീസിന് മുകളിൽ നിന്നാണ് കവറുകളിൽ കറുത്ത പൊടിയും ചാലിച്ച കരിയും പ്രസാദവും കണ്ടെത്തിയത്. തുടർന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ കെട്ടിടം താഴിട്ട് പൂട്ടി. നല്ല തന്ത്രിമാരുമായി ബന്ധപ്പെട്ട് ഇത്ര അശുദ്ധിയായ വിഗ്രഹങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സംവിധാനം, അതിന് ബദൽ സംവിധാനം, ആ അശുദ്ധി മാറാൻ എന്താണ് ചെയ്യേണ്ടത്? പൂജ ചെയ്യേണ്ട വഴിപാട് എന്താണ് ചെയ്യേണ്ടത്? അറിവുള്ള ഹിന്ദു ഐക്യതയുടെ മാധ്യമങ്ങളെല്ലാം വരണം. മാധ്യമങ്ങൾ മൊബൈൽ ബാക്ക് കൊണ്ടുപോയി കിട്ടിയ ഇറങ്ങണേ പുറത്തോട്ട് കൊണ്ടുപോകേണ്ട സപ്പോർട്ട് ചെയ്യാനും ആളുകളുണ്ട് എന്നുള്ളത് വളരെ വേദനാജനകമായി. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ വൃത്തിഹീനമായി നിർമ്മിച്ച പ്രസാദം കണ്ടെത്തിയ സംഭവത്തിൽ ദേവസ്വം അസിസ്റ്റന്റ് ഓഫീസർ വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെ ഹോമത്തിൽ നിന്നുള്ള പ്രസാദം മാത്രമേ വിതരണം ചെയ്യാറുള്ളൂ. അതോടൊപ്പം പുറത്തുനിന്നുള്ള പ്രസാദ നിർമ്മാണം അനുവദിക്കില്ലെന്നും മേൽശാന്തിക്കെതിരെ നോട്ടീസ് നൽകുമെന്നും ദേവസ്വം അസിസ്റ്റന്റ് ഓഫീസർ അറിയിച്ചു. ഒരു കാര്യം പറയുകയാണ്, ഇനി പുറത്തുനിന്നുള്ള ഒരു നാലമ്പലത്തിനകത്തുണ്ടാക്കുന്ന സാധനം മാത്രമേ ഭക്തർക്ക് കൊടുക്കാവൂ. ഒരു സാധനം പുറത്തുണ്ടായാൽ ഞങ്ങൾ ഈ തരത്തിൽ കാണുന്നതല്ല പ്രതികരിക്കുന്നത്. അകത്ത് തിടപ്പ് ആചാരപൂർവ്വം തന്ത്രി, അറിവുള്ള തന്ത്രിമാർ, അല്ല പണം വാങ്ങുന്ന തന്ത്രിമാരല്ല, അറിവുള്ള തന്ത്രിമാരെ വിളിച്ച് ഇത് ആചാരപൂർവ്വം, ഇത് ഭക്തിപൂർവ്വം തിടപ്പള്ളിക്കകത്ത്, അതല്ലെങ്കിൽ നാലമ്പലത്തിന് പുറത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ തരത്തിൽ അത് ആലോചിച്ചുകൊണ്ട് അത് പറ്റത്തില്ല. അത് ആചാരപൂർവ്വം ആചാരം എങ്ങനെയാണോ ആചാരം, തിടപ്പള്ളിക്കകത്ത് ആചാരമാണെങ്കിൽ അത് തന്നെ ഒരു രീതി. മാഡം ഇനി എവിടെ അല്ലേ കൊടുക്കണ്ട, അല്ലെ പ്രസാദം വേണ്ട. നമുക്ക് പ്രസാദം ആചാരം, എന്തൊരു ആചാരം ലംഘിച്ചുള്ള ഒരു പരിപാടിക്കും ഞങ്ങൾ BJP കൊണ്ടിരിക്കത്തില്ല. ആചാരം ലംഘിക്കാൻ അനുവദിക്കത്തില്ല. അതുകൊണ്ട് അത് ഉറപ്പ് ഉറപ്പ് പറഞ്ഞാൽ പോലെ ഉന്നത അധികാരം നിർത്തേണ്ടതായിരുന്നു. പക്ഷെ ഒരാളും ഇവിടെ തിരിഞ്ഞു നോക്കുന്നില്ല. ഇവിടെ CITUവിന്റെ നേതൃത്വത്തിലൂടെ വലിയ തട്ടിപ്പ് അടക്കമാണ്. CITUവിന്റെ നേതൃത്വത്തിൽ ചന്ദ്രനൂർ എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥരടക്കം നിരവധി CITU രാഷ്ട്രീയം അമ്പലത്തിൽ ക്ഷേത്രത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ്. ക്ഷേത്രത്തെ തകർക്കുകയാണ്. അത് ഇടതുപക്ഷത്തിന്റെ അജണ്ടയാണ് ക്ഷേത്രം തകർക്കുക എന്നുള്ളത്. ആ അജണ്ടയാണ് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് അതിന് കൂട്ടുനിന്നാൽ ശക്തമായ തിരിച്ചടി. വിശദാംശങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട് കൊട്ടാരക്കരയിൽ നിന്ന്. വിനീഷ്, കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ ഈ അനധികൃത കരിപ്രസാദവുമായി ബന്ധപ്പെട്ട ഈ വിവാദങ്ങൾ ഉടലെടുക്കുന്നത് എങ്ങനെയാണ്? ആരാണ് ഈ പരാതി? ഈ സംഭവത്തിന് പിന്നിൽ എന്താണ്? ടോം, കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഈ കണ്ട ദൃശ്യങ്ങൾക്ക് ആസ്പദമായ സംഭവം ഉണ്ടായത്. സമാനമായ സംഭവം ഇന്ന് അല്പസമയം മുന്നേ ഉണ്ടാവുകയും ചെയ്തു. നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളിലേക്ക് തന്നെ ആദ്യം വരാം. ഇത് ക്ഷേത്രത്തിന് സമീപത്തായിട്ട് തന്നെ ഒരു വാടക വീട് എടുത്തായിരുന്നു ഇത്തരത്തിലുള്ള അനധികൃതമായ രീതിയിൽ ഈ പ്രസാദം നിർമ്മിച്ചിരുന്നത്. അതാണ് ഭക്തർ കണ്ടെത്തുകയും ചെയ്തത്. ഇത് നമുക്കറിയാം, ഈ കരിപ്രസാദം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഭക്ത്യാദരപൂർവ്വം ഭക്തർ വാങ്ങുന്ന ഒരു പ്രസാദമാണ്. ഇത് ഹോമത്തിൽ നിന്നും, അതായത് ഈ ഗണപതി ഹോമത്തിൽ നിന്നും ഉള്ള ഈ തേങ്ങയിൽ നിന്നും എടുക്കുന്ന കരി ആണ് ഇത് ശാന്തിക്കാർ നൽകുന്നത്, ഭക്ത്യാദരപൂർവ്വം നൽകുന്നതാണ്. അപ്പോൾ ഈ പ്രസാദം അനധികൃതമായിട്ട് ക്ഷേത്രത്തിന് സമീപത്തുള്ള ഒരു വാടക വീടെടുത്ത് അവിടെ നിർമ്മിച്ച് നൽകിയിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം വിവാദ
വിവാദമായതോടുകൂടി ഹിന്ദു സംഘടനകളും BJP പ്രവർത്തകരുമെല്ലാം ഈ സംഭവ സ്ഥലത്തെത്തുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. അങ്ങനെയാണ് ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കം സ്ഥലത്തെത്തി പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഈ വീടിനുള്ളിൽ പ്രവേശിക്കുകയും വൃത്തിഹീനമായ രീതിയിൽ ഇത്തരത്തിലുള്ള നിർമ്മാണം എല്ലാം കണ്ടെത്തുകയും ചെയ്തത്. ഇത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസിനടക്കം ഇത് അന്വേഷിക്കാനായിട്ട് റിപ്പോർട്ട് നൽകും എന്നുള്ളൊരു ഉറപ്പ് നൽകി. അങ്ങനെയാണ് സമരക്കാർ അവിടെ നിന്നും പിരിഞ്ഞുപോയത്. ഇതിൻ്റെ ഈ ഒരു വിവാദം നിലനിൽക്കെയാണ് ഇന്ന് ഈ ക്ഷേത്രത്തിനുള്ളിൽ ഈ ശാന്തിക്കാർ താമസിക്കുന്ന ഒരു മഠമുണ്ട്. ഈ മഠത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലായി ഒരു ഷീറ്റ് അടിച്ചൊരു ഒരു ഭാഗത്തായിട്ട് സമാനമായ രീതിയിൽ തന്നെ ഈ പ്രസാദം നിർമ്മിക്കുന്നതാണ് ഇന്ന് കണ്ടെത്തിയത്. അപ്പോൾ വീണ്ടും ഇത് തുടർച്ചയായിട്ട് തന്നെ ഇത്തരം പ്രവൃത്തികൾ ഇങ്ങനെ നടക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് വീണ്ടും വഴിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഹിന്ദു സംഘടന അടക്കം ഇന്നും വന്ന് വലിയ രീതിയിൽ പ്രതിഷേധത്തിലേക്ക് എത്തുന്നു. അപ്പോൾ അടിയന്തരമായിട്ടുള്ള നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് BJPയും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ദേവസ്വം പ്രസിഡന്റ് അടക്കം ഈ ഒരു ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായതെന്ന് വ്യക്തമായിട്ടുണ്ടോ? BJP ഉൾപ്പെടെയുള്ള BJPയും അതോടൊപ്പം തന്നെ മറ്റ് ഹൈന്ദവ സംഘടനകളും എന്താണ് ഈ വിഷയത്തിൽ അവർ ആവശ്യപ്പെടുന്നത്? അവരുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടവർ രംഗത്തെത്തിയപ്പോൾ എന്താണ് ആവശ്യം ഉന്നയിക്കുന്നത്? മേൽശാന്തിക്കെതിരെ നോട്ടീസ് അയക്കാൻ തീരുമാനമുണ്ട്. ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ വിനീഷ്? ടോം, ഇതിൻ്റെ പ്രസാദ വിതരണവും ആയി ബന്ധപ്പെട്ട് ഇതിൻ്റെ ചുമതല മേൽശാന്തിക്കാണ്. നിലവിൽ കീഴ്ശാന്തി ഈ അമ്പലത്തിൽ സസ്പെൻഡ് നേരിട്ട ആളാണ്. ഇപ്പോൾ കീഴ്ശാന്തിയില്ല, മേൽശാന്തിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പം ഞാൻ പറഞ്ഞ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് കീഴ്ശാന്തിയെ ഇവിടെ നിന്നും പുറത്താക്കിയത്. ഇപ്പോൾ മേൽശാന്തിയുടെ മൊത്തത്തിലുള്ള ചുമതലയിലാണ് ഇവിടുത്തെ ശാന്തി കാര്യങ്ങളടക്കം നടന്നു പോകുന്നത്. അപ്പോൾ ഈ അനധികൃതമായിട്ട് ഇത്തരം നിർമ്മാണം നടത്തിയതും മേൽശാന്തിക്ക് കൃത്യമായി പങ്കുണ്ട് എന്നാണ് BJP പ്രവർത്തകരടക്കം ആരോപിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ഗുരുതരമാണ്. ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഈ സാധനങ്ങൾ, അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, കരി ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ചന്ദനം കലക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഒരു വാട്ടിയ വാഴയിലയിൽ വെച്ചിട്ട് പുഷ്പം ഇട്ടിട്ട് ഇതാണ് പ്രസാദമായിട്ട് നൽകുന്നത്. സ്വാഭാവികമായിട്ട് അതാണ് നൽകുന്നത്. പക്ഷേ ഇത് അനധികൃതമായിട്ട് നിർമ്മിച്ച് നൽകി എന്നുള്ളതാണ് ഇവിടെ നമുക്ക് എടുത്തു പറയാനുള്ളത്. പക്ഷേ ഇത് എത്തരത്തിലുള്ള കരിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നതടക്കമാണ് ഒരു സംശയം മുന്നോട്ട് വരുന്നത്. ഇതിൽ കെമിക്കൽ സാന്നിധ്യമുണ്ടോ എന്ന് ഈ ഹൈന്ദവ സംഘടനകൾ അടക്കം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ച് അവർ പരിശോധനയ്ക്കായിട്ട് അയച്ചിട്ടുമുണ്ട്. ഇതിൻ്റെ എല്ലാം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വരാനുണ്ട്. പക്ഷേ എന്തായാലും ഈ ഭക്തരെ സംബന്ധിച്ച് ഇത് വലിയ മാനസികമായിട്ട് ഒരു വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. ക്ഷേത്രത്തിനുള്ളിൽ നിന്നും ലഭിക്കേണ്ട ഈ ഒരു പ്രസാദം ക്ഷേത്രത്തിന് വെളിയിൽ അനധികൃതമായിട്ട് നിർമ്മിച്ച് ശരിക്കും ഈ ഒരു വിശ്വാസത്തിൻ്റെ മറവിൽ ആചാര ലംഘനം നടത്തി എന്നുള്ളതാണ്. ഇത് അവർക്കൊരിക്കലും സഹിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നതും കേട്ടോ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് BJPയുടെയും ഹൈന്ദവ സംഘടനയുടെ ആവശ്യം. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം, ഇവരെ ഈ പുറത്താക്കണം. അതായത് ഇപ്പോൾ നിലവിലുള്ള ഈ മേൽശാന്തി അടക്കം ഈ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്ത് പുതിയ ഭരണസമിതി കൊണ്ടുവരണം എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. വ്യക്തമാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.